ബുദ്ധന്റെ കാഴ്ചപ്പാടിൽ മാനസിക കാമവാസനയിൽ നിന്ന് എങ്ങനെ മോചനം നേടാം? നമസ്കാരം. ബുദ്ധൻ പറയുന്നു, ശാരീരിക സംഭോഗത്തേക്കാൾ അപകടകരമാണ് മാനസിക സംഭോഗം. കാരണം ശാരീരിക സംഭോഗത്തിൽ ശരീരത്തിന്റെ കുറച്ച് ഊർജ്ജം മാത്രമേ ചെലവാകുന്നുള്ളൂ. അത് വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്നാൽ മാനസിക സംഭോഗം നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മോടൊപ്പമുണ്ടാകും. അത് നിരന്തരം നമ്മുടെ ഊർജ്ജത്തെ ക്ഷയിപ്പിച്ചുകൊണ്ടിരിക്കും. അതായത് ഭൂതകാലത്തിലെ ലൈംഗികാനുഭവങ്ങളെക്കുറിച്ചോ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അനുഭവങ്ങളെക്കുറിച്ചോ ഒരാൾ തന്റെ ചിന്തകളെ കേന്ദ്രീകരിച്ചാൽ അയാൾ തന്റെ ഊർജ്ജത്തിന്റെ വലിയൊരു ഭാഗം പാഴാക്കുന്നു. ഒരു വ്യക്തിക്ക് ചിന്തകളിൽ നിന്ന് പുറത്തുവന്ന് ഓരോ നിമിഷവും വർത്തമാനകാലം ആസ്വദിക്കാൻ കഴിഞ്ഞാൽ അയാൾക്ക് തന്റെ മാനസിക കാമവാസനയുടെ ഊർജ്ജത്തെ സംരക്ഷിക്കാൻ സാധിക്കും. ഇന്നത്തെ മനുഷ്യരിൽ ഭൂരിഭാഗവും ശാരീരിക ബന്ധം കൊണ്ടല്ല ദുരിതമനുഭവിക്കുന്നത്. അവർക്ക് സമ്മർദ്ദമുണ്ടാക്കുന്നത് സംഭോഗത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. അവരുടെ മനസ്സിൽ മിക്ക സമയത്തും കാമചിന്തകൾ മാത്രമായിരിക്കും. ഈ കാരണത്താൽ അവരുടെ വലിയൊരു മാനസികോർജ്ജം ആ ചിന്തകളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടിരുന്നെങ്കിൽ അവരുടെ ശാരീരിക ഊർജ്ജം കുറച്ചു സമയത്തേക്ക് മാത്രം നഷ്ടപ്പെടുകയും അത് വീണ്ടും ഉണ്ടാക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ മാനസിക സംഭോഗം എല്ലായ്പ്പോഴും തുടരുന്നതിനാൽ അവരുടെ ഊർജ്ജം എപ്പോഴും ചോർന്നുപോകുന്നു. കാമവാസനയിൽ നിന്നുള്ള മോചനത്തിനുള്ള ബുദ്ധന്റെ വഴി. ഈ മാനസിക കാമവാസനയുടെ ചിന്തകളിൽ നിന്ന് പുറത്തുവരാൻ ബുദ്ധൻ പറഞ്ഞുതന്ന വഴി എന്താണ്? ബുദ്ധൻ പറയുന്നു, നമ്മൾ ഒരു കാര്യത്തോട് പോരാടുമ്പോൾ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും അതിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു. എന്നാൽ നമ്മൾ അതിനെ ഒരിക്കൽ അംഗീകരിക്കുകയാണെങ്കിൽ നിമിഷനേരം കൊണ്ട് നമ്മുടെ ശ്രദ്ധ അവിടെ നിന്ന് സ്വയമേ മാറിക്കൊള്ളും. കാരണം അതിൽ പിന്നെ യാതൊരു ആകർഷകത്വവുമില്ല. നമ്മുടെ ചിത്തം അതിന്റെ കുഴപ്പങ്ങളിൽ നിന്ന് മുക്തമാകും. അതിനാൽ നമ്മുടെ മനസ്സ് സ്വതന്ത്രമാവുന്നു. നമ്മൾ മിക്ക സമയവും ചെലവഴിക്കുന്നത് ഈ കാമചിന്തകളിൽ നിന്ന് എങ്ങനെ മുക്തി നേടാമെന്ന് ആലോചിച്ചാണ്. പലതരം വഴികൾ തേടുന്നു, പക്ഷേ അവസാനമൊന്നും നേടുന്നില്ല. ആ ചിന്തകൾ നമ്മുടെ മനസ്സിനെ അതേപടി വലയം ചെയ്യുന്നു. കാരണം നമ്മുടെ ചിത്തം അതിനോട് പോരാടുകയാണ്, രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഒരിക്കലും പൂർണ്ണ മനസ്സോടെ ഇത് അംഗീകരിച്ചിട്ടില്ല. അതെ, ഞാനൊരു കാമിയായ വ്യക്തിയാണ്, ഇതാണ് എന്റെ സ്വഭാവം. നമ്മൾക്ക് നമ്മളോട് തന്നെ ഇത് പറയാൻ സാധിച്ചിരുന്നെങ്കിൽ നമ്മുടെ ചിത്തത്തിനും മനസ്സിനും ഈ ചിന്തകളിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ കഴിയുമായിരുന്നു. ഇതൊരു തമാശയാണ്. നമ്മൾ എന്തിൽ നിന്നാണോ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ തുടങ്ങുന്നു. നമ്മൾ എത്രത്തോളം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അത്രത്തോളം അത് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നുന്നു. കാരണം നമ്മുടെ മനസ്സ് മിക്കവാറും സമയം ആ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അതായത് നമ്മുടെ ശ്രദ്ധ ആ ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ ആ സ്വഭാവത്തെ അംഗീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ സ്വയമേ മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറുമായിരുന്നു. തെറ്റായ വഴികളും അവയുടെ പരാജയവും. പലരും തങ്ങളുടെ കാമവാസനയെ ഇല്ലാതാക്കാനും ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാനും പലതരം പരീക്ഷണങ്ങളും മാർഗങ്ങളും സ്വീകരിക്കുന്നു. ചിലർ വ്രതമെടുക്കുന്നു, ചിലർ ബ്രഹ്മചാരികളാകുന്നു, ചിലർ ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം മാത്രം കഴിക്കുകയും ഇടയ്ക്കിടെ ഉപവാസമെടുക്കുകയും ചെയ്യുന്നു. കാരണം ഭക്ഷണം നൽകുന്ന ഊർജ്ജം കാമവാസനയെ ഉണർത്തുമെന്ന് അവർ കരുതുന്നു. പക്ഷേ രസകരമായ കാര്യം ഇതാണ്, അവർ ഉപവാസം അവസാനിപ്പിക്കുകയോ വയറുനിറയെ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്ന ദിവസം കാമശക്തി വീണ്ടും തിരിച്ചുവരും. ആ ചിന്തകൾ അവരുടെ തലച്ചോറിനെ വീണ്ടും വലയം ചെയ്യും. അതുപോലെ ചിലർ സ്ത്രീകളിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിൽക്കുന്നു. എന്നാൽ അവർ സ്ത്രീകളുമായി സമ്പർക്കത്തിൽ വരുന്ന ദിവസം അവരുടെ കാമുകത്വം വീണ്ടും ഉണരുന്നു. നിങ്ങൾ മനുഷ്യവാസമില്ലാത്ത മലമുകളിൽ പോയാൽ പോലും നിങ്ങൾ ലോകത്തിലേക്ക് തിരിച്ചുവരുമ്പോൾ നിങ്ങളുടെ കാമവാസന മുമ്പത്തേക്കാൾ വർദ്ധിച്ചിരിക്കുന്നതായി കാണാം. അതുകൊണ്ട് ഒരു പരിഹാരവും ചെയ്തില്ലെങ്കിൽ ഈ വാസനയും ചിന്തകളും ജീവിതകാലം മുഴുവൻ നമ്മെ വിഷമിപ്പിക്കും. ബുദ്ധന്റെ പ്രായോഗിക പരിഹാരം: സ്വീകാര്യതയും അടുപ്പവും. ഈ പരിഹാരം ഒരു കഥയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. പഴയ ഗ്രീസിലൊരു സമൂഹമുണ്ടായിരുന്നു. അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ യാതൊരു വിവേചനവും ഉണ്ടായിരുന്നില്ല. രണ്ട് ആൺകുട്ടികൾ തമ്മിൽ എങ്ങനെയാണോ സൗഹൃദം, അതുപോലെ തന്നെയായിരുന്നു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലും. അവർക്ക് പരസ്പരം കാണുന്നതിനോ സംസാരിക്കുന്നതിനോ യാതൊരു തടസ്സവും നിയമങ്ങളും ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ പോലും ഗ്രാമവാസികൾ എല്ലാവരും ഒരുമിച്ച് ഒരേ മേൽക്കൂരയ്ക്ക് താഴെയാണ് കിടന്നുറങ്ങിയിരുന്നത്. അവിടെയുള്ള യുവാക്കൾക്ക് കാമവാസനയുടെ ചിന്തകളെക്കുറിച്ച് അറിയില്ലായിരുന്നു. കാരണം അത്തരം ചിന്തകൾ വന്നിരുന്നില്ല. എന്നാൽ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ചില ക്രിസ്ത്യൻ പുരോഹിതന്മാർ അവിടെയെത്തി. ഈ അന്തരീക്ഷം കണ്ടപ്പോൾ അവർ ജനങ്ങളെ ഉപദേശിക്കാൻ തുടങ്ങി. നിങ്ങൾ വിദ്യാഭ്യാസമില്ലാത്തവരാണ്, നിങ്ങൾ വലിയ പാപം ചെയ്യുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും എപ്പോഴും അകന്നു നിൽക്കണം. ഇത്രയും സ്വാതന്ത്ര്യം നല്ലതല്ല, അതൊരു വ്യക്തിയുടെ പതനത്തിന് കാരണമാകും. അങ്ങനെ ചില പുതിയ നിയമങ്ങളുണ്ടാക്കി. അതനുസരിച്ച് ഇനി മുതൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും രണ്ട് ആൺകുട്ടികളെപ്പോലെ കൂട്ടുകാരാകാൻ കഴിയില്ല. ഗ്രാമം മുഴുവൻ ഒരു മേൽക്കൂരയ്ക്ക് താഴെ ഉറങ്ങാനും കഴിയില്ല. നിയമങ്ങൾ മാറിയതോടെ ആ ഗ്രാമത്തിലെ യുവതീ-യുവാക്കളുടെ പതനം ആരംഭിച്ചു. അതുവരെ അവർക്ക് കാമവാസനയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ അകലം വന്നപ്പോൾ ആ അകലം അവരെ പരസ്പരം ആകർഷിക്കാൻ തുടങ്ങി. ഓർക്കുക,
രണ്ട് ആളുകൾക്കിടയിൽ അകലമില്ലെങ്കിൽ ആകർഷണമോ അടുപ്പമോ ഉണ്ടാകില്ല. എന്നാൽ നിങ്ങൾ രണ്ടു പേർക്കിടയിൽ അകലം സൃഷ്ടിക്കുമ്പോൾ ആകർഷണം സ്വയമേ ഉണ്ടാകുന്നു. ഇപ്പോൾ ആ ഗ്രാമത്തിലെ യുവതീയുവാക്കൾ പരസ്പരം ചിന്തിക്കാൻ തുടങ്ങി. ശാരീരിക സംഭോഗത്തിൽ നിന്ന് മാറി മാനസിക സംഭോഗം ചെയ്യാൻ തുടങ്ങി. ഇതാണ് ആ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പതനത്തിന് കാരണമായത്. ശാരീരിക സംഭോഗത്തിൽ യാതൊരു ദോഷവുമില്ല. അത് പ്രകൃതിപരമാണ്. അത് നൽകിയിരിക്കുന്നത് പ്രകൃതിയാണ്. മാത്രമല്ല, മാനസിക ഊർജം ചെലവാകുന്ന അത്രയും ഊർജം അതിലൂടെ നഷ്ടപ്പെടുന്നുമില്ല. അതുകൊണ്ട് മാനസിക ഊർജം വളരാനുള്ള ഏറ്റവും വലിയ കാരണം യുവതിയും യുവാവും തമ്മിലുള്ള അകലമാണ്. എങ്ങനെ സ്വീകരിക്കണം? ഒരു യുവാവ് മാനസിക കാമവാസനയാൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവൻ ശ്രദ്ധിക്കണം. ഒന്നാമതായി അവളൊരു കാമിയാണെന്ന് സ്വയം അംഗീകരിക്കുക. കാമവാസനയോട് പോരാടേണ്ട ആവശ്യമില്ല. അതിനെ സ്വീകരിക്കുക മാത്രം ചെയ്യുക. നിങ്ങളത് അംഗീകരിക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ശ്രദ്ധയുടെ പ്രധാന കേന്ദ്രം മാറാൻ തുടങ്ങും. രണ്ടാമതായി സ്ത്രീകളുമായി സംസാരിക്കുന്നതിൽ മടിക്കരുത്. സാധാരണ വ്യക്തികൾ സംസാരിക്കുന്നതുപോലെ അവളോട് സംസാരിക്കുക. അവൻ അവരുമായി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്റെ മനസ്സിൽ നിറഞ്ഞു നിന്ന കാമവാസനയുടെ ചിന്തകൾ പതിയെ ഇല്ലാതാവുന്നതായി അവന് മനസ്സിലാക്കാൻ കഴിയും. ഒരു സമയം കഴിയുമ്പോൾ അവൻ എപ്പോഴും ചിന്തിച്ചിരുന്ന സ്ത്രീയുമായി ബന്ധപ്പെടാനുള്ള ചിന്ത പോലും അവന്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി മാഞ്ഞുപോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്ത് അംഗീകരിക്കുന്നുവോ അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ സ്വയമേ മാറുന്നു. നിങ്ങൾ ഒരു സ്ത്രീയുമായി പ്രണയത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ അവളിൽ കേന്ദ്രീകരിക്കുന്നു. എന്നാൽ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾ അവളെ സ്വന്തമാക്കുന്നു, അംഗീകരിക്കുന്നു. അപ്പോൾ പ്രണയം അപ്രത്യക്ഷമാവുന്നു. നിങ്ങൾ റോഡിൽ ഒരു കാർ കാണുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് വീണ്ടും വീണ്ടും പോകുന്നു. എന്നാൽ നിങ്ങൾ ആ കാർ വാങ്ങുമ്പോൾ, അത് സ്വന്തമാക്കുമ്പോൾ അതിലേക്ക് പിന്നെ ശ്രദ്ധ പോകുന്നില്ല. കാരണം ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ അംഗീകരിക്കപ്പെട്ടു. നിങ്ങളുടെ ഏറ്റവും മോശം ഭാഗത്തെപ്പോലും അംഗീകരിക്കാൻ പഠിക്കുക. നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ശീലത്തോട് പോരാടുന്നതിനു പകരം അതിനെ അംഗീകരിക്കാൻ പഠിക്കുക. നിങ്ങൾ അംഗീകരിക്കുമ്പോൾ ശ്രദ്ധ സ്വയമേ അവിടെ നിന്ന് മാറുന്നു. പരമാനന്ദത്തിലേക്കുള്ള വഴി. ചിലർ ചോദിക്കാറുണ്ട്, ഇന്ന് നമ്മുടെ ചുറ്റും ലൈംഗികത നിറഞ്ഞിരിക്കുന്നു. നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴുമെല്ലാം കാമപരമായ ദൃശ്യങ്ങൾ കാണേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ രക്ഷിക്കും? രക്ഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേയില്ല. ഈ ചോദ്യം ചോദിക്കുന്നവർ അവരുടെ കാമുകത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ ദൃശ്യങ്ങൾ കാണുന്നു, കണ്ടിട്ട് മുന്നോട്ടു പോകുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടേണ്ട ആവശ്യമെന്താണ്? നിങ്ങളത് കാണാൻ വേണ്ടി ആ വഴിയിലൂടെ പോയതല്ല, അത് വഴിയിൽ വന്നതാണ്. വന്നതുപോലെ തന്നെ അത് പോവുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ കാര്യത്തിന് പൂർണ്ണമായി ഇടം നൽകുന്നു. അങ്ങനെയാകുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ സാമ്രാജ്യം സ്ഥാപിക്കുന്നു. നിങ്ങളുടെ മനസ്സ് കാമവാസനയേക്കാൾ ഉയർന്ന പരമാനന്ദത്തെ അറിയുകയും അതിന്റെ രുചി അറിയുകയും ചെയ്യുന്നതുവരെ കാമവാസനയേക്കാൾ വലിയ മറ്റൊന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ പരമാനന്ദത്തിന്റെ രുചി അറിയുന്ന ദിവസം ജീവിതത്തിൽ എന്താണ് നേടേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം പരമാനന്ദത്തേക്കാൾ വലിയ ആനന്ദം മറ്റൊന്നിലുമില്ല. അതുകൊണ്ട് ധ്യാനത്തിലൂടെ ഒരിക്കലെങ്കിലും ആ പരമാനന്ദത്തെ രുചിച്ചു നോക്കുക. ഒരു തവണ നിങ്ങൾ ആ പരമാനന്ദം രുചിച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ സ്വയമേ ആ പരമാനന്ദം നേടുന്നതിൽ കേന്ദ്രീകരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളോട് പോരാടേണ്ടിവരില്ല. കാരണം കാമവാസനയേക്കാൾ വലിയൊരു ആനന്ദം ഈ ലോകത്തുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഈ അറിവ് നിങ്ങൾക്ക് അല്പമെങ്കിലും അറിവ് നൽകി എന്ന് കരുതുന്നുവെങ്കിൽ ഇത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക. കാരണം ഈ വീഡിയോ ഏതെങ്കിലും രൂപത്തിൽ അവരെ സഹായിച്ചേക്കാം. അടുത്ത ഒരു കഥയുമായി വീണ്ടും കാണാം. അതുവരെ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധിക്കുക.